തിരുവനന്തപുരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ സമീപത്താണ് ഞാനുള്ളത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 600 മീറ്റർ പോയാൽ 600 മീറ്റർ ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് മെയിൻ റോഡ് കാണാം. അത്രയും ദൂരം പോയി കഴിഞ്ഞാൽ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനായി. നമ്മൾ ഓൾ സയൻസ് കോളേജിൽ നിന്ന് വരുവാണെങ്കിൽ റെയിൽവേ സ്റ്റേഷന് തൊട്ട് മുന്നായിട്ട് ഇടത്തോട്ട് കാണുന്ന ആർച്ച് വെച്ചിട്ടുള്ള ആ ഒരു റോഡ് നമ്മൾ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്താം. വരുമ്പോഴത്തേക്കും വലതുവശത്തായിട്ട് കാണുന്ന ഈ ഒരു കെട്ടിടം വാടകയ്ക്കുള്ളതാണ്. ഇതിൽ ടോട്ടലായിട്ട് 2 അപ്പാർട്ട്മെൻറ്റുകളാണ് കേട്ടോ. താഴത്തെ നിലയിലും അതായത് ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും ഓരോ അപ്പാർട്ട്മെൻറ്റ് വീതം. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ വന്നിട്ട് 3 ബെഡ്റൂം വരുന്ന അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ അതായത് സെക്കൻഡ് ഫ്ലോറിൽ വന്നിട്ട് 4 അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ബെഡ്റൂംസ് ആണ്. അതായത് ബാച്ചിലേഴ്സിനെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബെഡ്റൂംസ് ആണ്. അപ്പോൾ ഇത് മൊത്തത്തിലായിട്ട് നമ്മൾ ഏതെങ്കിലും ടൂറിസ്റ്റ് ഹോമോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കോ അങ്ങനെയുള്ളവർക്ക് ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഇത് മൊത്തത്തിലാണ് വാടകയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഡിവിജ്വലായിട്ട് ഒത്തിരിയധികം ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇൻഡിവിജ്വലായിട്ട് നമുക്കിതിൽ ഓരോ അപ്പാർട്ട്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഒരു 15,000 രൂപയൊക്കെ റെൻറ്റ് ജനറേറ്റ് ചെയ്യും. ഇതിൻ്റെ ഓണർ വന്നിട്ട് ഇപ്പോൾ ലീവിന് വന്ന് നിൽക്കുകയാണ് കേട്ടോ. പുള്ളി തിരിച്ച് വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് ഇത് വാടകയ്ക്ക് കൊടുക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. മൊത്തത്തിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഞാൻ ഇത് പറയാൻ കാരണം ഇൻഡിവിജ്വലായിട്ട് വന്നു കഴിഞ്ഞാൽ ഓരോരുത്തരായിട്ട് നമുക്കത് ഒരു ബുദ്ധിമുട്ട് വരും. മറ്റത് മൊത്തത്തിലൊരു റെൻറ്റായിട്ട് പുള്ളിക്ക് കിട്ടും. അതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. നല്ലൊരു സൗകര്യമുള്ള സ്ഥലമാണ്. കാരണം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തൊട്ടടുത്താണ്. നമുക്ക് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ്. ഇപ്പോൾ ഡെയിലി റെൻറ്റിനൊക്കെ അപ്പാർട്ട്മെൻറ്റ്സ് കൊടുക്കാൻ താല്പര്യമുള്ളവർ, അതായത് ഇതിനെ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഡെയിലി റെൻറ്റിനൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. ഡെയിലി റെൻ്റ് ആണെങ്കിൽ നമുക്കിപ്പോൾ റെയിൽവേ സ്റ്റേഷന് തൊട്ട് ഫ്രണ്ടിൽ സിംഗിൾ റൂമിനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ 900 രൂപ 1000 രൂപ ആ റേഞ്ചിൽ റെൻറ്റ് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു മൊത്തം അപ്പാർട്ട്മെൻ്റ് ആകുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് ടൂറിസ്റ്റ് ലൊക്കേഷൻസ് ഒത്തിരിയുണ്ട്. വേളി ടൂറിസ്റ്റ് വില്ലേജ് തൊട്ടടുത്താണ്. അതുപോലെ തന്നെ ശംഖുമുഖം ബീച്ച് തൊട്ടടുത്താണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഒത്തിരിയധികം ടൂറിസ്റ്റുകളെയൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ളതാണ്. ഇനി അതല്ല, നിങ്ങളിതുപോലെ ഒരു ആയുർവേദ ഹോസ്പിറ്റലൊക്കെ ക്ലിനിക്കൊക്കെ നടത്തുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കാണെന്നുണ്ടെങ്കിൽ താഴെ കൺസൾട്ടിങ്ങും അതിൻ്റെ മേളിലത്തെ റൂമുകളിൽ സ്റ്റേയും കൊടുക്കാം. നമുക്ക് രോഗികളെ അക്കോമഡേറ്റ് ചെയ്ത് ചികിത്സിക്കണം ആ രീതിയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. ഞാൻ ഇപ്പോൾ ഒരു അപ്പാർട്ട്മെൻ്റ് ആകാൻ കാണിച്ചു തരാം. നല്ല വലിയൊരു ലിവിങ് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ 2 ബെഡ്റൂംസാണ് കേട്ടോ. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള 2 ബെഡ്റൂമാണ് ഈ ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത്. നമുക്ക് തൊട്ട് മേളത്തെ നിലയിൽ വരുമ്പോൾ 3 ബെഡ്റൂം വരും. കണ്ടോ, ഇതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള 2 ബെഡ്റൂമുള്ള ഒരു അപ്പാർട്ട്മെൻറ്റാണ്. കിച്ചണിൻ്റെ സൗകര്യം കൊടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ളൊരു കിച്ചൺ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിലൊരു ഗ്യാസിൻ്റെ കണക്ഷനും അത്യാവശ്യം വേണ്ട കുറച്ച് പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പായിട്ടൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. ഇപ്പം നമുക്ക് ശംഖുമുഖത്ത് നമുക്കൊരു ഷോപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ നോർത്തിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഡെയിലി റെൻറ്റിനുള്ള അപ്പാർട്ട്മെൻറ്റുകൾ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പോൾ ശരിക്കും അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഇന്ന് ക്യാൻവാസ് ചെയ്ത് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ പെർ ഡേ നമുക്ക് നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ്. ഇത് അടുത്തൊരു ബെഡ്റൂമാണ്. ഇതിൻ്റെ ബാത്റൂം വന്നിട്ട് ഈ ഒരു കോമൺ ബാത്റൂമാണ് നമുക്ക് അതിനോട് ചേർന്ന് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതേ കണക്ക് തന്നെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലും ഉണ്ട്. അപ്പോൾ ഞാൻ അത് ഫുള്ളായിട്ട് കാണിക്കുന്നില്ല, കാരണം ഇതിപ്പോൾ റെൻ്റൽ പർപ്പസിനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അപ്പം അതിൻ്റെ ഏറ്റവും മേളത്തെ നിലയിൽ 4 അറ്റാച്ച്ഡ് ബാത്റൂമുള്ള, അതായത് 4 ബെഡ്റൂംസും കൂടെ ഉണ്ട്. അതുകൂടെ കാണിച്ചു തരാം. ഇത് നമ്മുടെ സെക്കൻഡ് ഫ്ലോറാണ്. സെക്കൻഡ് ഫ്ലോറിലേക്ക് 2 ആക്സസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഫ്രണ്ടിലൂടെ ഇതുപോലൊരു സ്പൈറലായിട്ടുള്ള ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. ഇതല്ലാണ്ട് നമുക്ക് സൈഡിലൂടെ കയറുന്ന വേറൊരു സ്റ്റെയറും ഉണ്ട്. എന്നു വെച്ച് കഴിഞ്ഞാൽ ബാച്ചിലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു സെപ്പറേറ്റ് ആക്സസ് എന്നുള്ള രീതിയിലാണ് ഈ രീതിയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് വന്നിട്ട് ടോട്ടലായിട്ട് 4 ബെഡ്റൂംസാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു പാത്ത് വേയും അതിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് ടോട്ടൽ 4 ബെഡ്റൂംസാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ്. ഇത് നമ്മുടെ കെട്ടിടത്തിൻ്റെ ടോപ്പാണ് കേട്ടോ. അതായത് ടെറസാണ്. ഇവിടെ വന്നാൽ നമുക്ക് ലുലു മാളൊക്കെ കാണാൻ പറ്റും. അടുത്തായിട്ടാണ് ലുലു മാളൊക്കെ ഇരിക്കുന്നത്. ഇപ്പോൾ ലുലു മാൾ ബേസ് ചെയ്തിട്ടൊക്കെയുള്ള സ്റ്റാഫിനെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യണമെന്നുള്ളവർക്കൊക്കെ മൊത്തത്തിലെടുക്കാൻ പറ്റിയൊരു കെട്ടിടമാണ്. അതുപോലെ തന്നെ ഇപ്പം ബ്രഹ്മോസ്, അതുപോലെ എയർപോർട്ടുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കുറേയധികം കമ്പനീസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ട്രെയിനിങ്ങിന് വരുന്ന സ്റ്റുഡൻസ്, സ്റ്റാഫ്, ഇവരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ശരിക്കും ഇവിടെ ചുറ്റുവട്ടത്തൊക്കെ നിറയെയധികം സ്പേസ് ആവശ്യമുണ്ട്. അപ്പോൾ ആ രീതിയിൽ എടുക്കണമെന്നുള്ളവർക്ക്, അങ്ങനെ ഐഡിയ ഉള്ളവർക്കും
ഈ ഒരു കെട്ടിടം മൊത്തത്തിലെടുത്ത് നിങ്ങൾക്ക് വാടകയ്ക്ക് കൊടുക്കുകയോ നിങ്ങൾക്ക് ആ രീതിയിലൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഒത്തിരി അധികം പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. ഇതിൻ്റെ ഓണറിൻ്റെ നമ്പറാണ്. ഇതിന് ഉദ്ദേശിക്കുന്ന റെൻ്റ് എന്ന് പറയുന്നത് മാസം 50,000 രൂപയാണ്. അതായത് 2 അപ്പാർട്ട്മെൻറ്റ് പ്ലസ് നമുക്ക് ഈ സെക്കൻഡ് ഫ്ലോറിൽ കണ്ട 4 അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂംസും കൂടെ ആയിട്ട് ടോട്ടലായിട്ട് 50,000 രൂപയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഹോസ്റ്റൽ പർപ്പസിനൊക്കെ നല്ല പാർട്ടിയൊക്കെ ആണെങ്കിൽ അവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ടാവും. നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ.